ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രസവരക്ഷ അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ കെയർ ആണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ പോസ്റ്റ് നേറ്റൽ കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഉള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഞാൻ വേറൊരു ദിവസമാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയതൊന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വെച്ചത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ബെനിഫിറ്റ്സും എനിക്കിത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നും കൂടി ഷെയർ ചെയ്തേക്കാം. പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തതെന്നും കൂടി ഉള്ള ക്ലിപ്സ് ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അല്ലാതെ പോയി ചെയ്യാം, ഇതല്ലാതെ യൂസ് ചെയ്യാം ഐറ്റംസ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതാണ് ഇതിലിട്ടേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലിപ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്തൊക്കെ ഐറ്റംസ് യൂസ് ചെയ്തെന്നും പിന്നെ ഞാൻ എന്തൊക്കെ എൻ്റെ റുട്ടീനിൽ എന്തൊക്കെ ആഡ് ഓൺ ചെയ്തെന്നും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ യൂസും ബെനിഫിറ്റ്സും കൂടി പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ഇതിൽ പ്രസവരക്ഷ അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതെടുത്തത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദിക് സെൻറ്ററിൽ പോയി ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഫോളോ ചെയ്യാം. പക്ഷേ വീട്ടിൽ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ കിട്ടണം നിങ്ങൾക്ക് മസാജ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പോയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ പോസ്റ്റ് നേറ്റൽ കെയറിന് വേണ്ടി ഒരു ചേച്ചിയെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തത് ഒരു 20 ഡേയ്സിൻ്റെ ആയിരുന്നു. 20 ഡേയ്സ് ആയിരുന്നു ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു പ്രോസസ്സ് എടുത്തത്. അപ്പം അതിൽ ഞാൻ എന്തൊക്കെ ഗോ ത്രൂ ചെയ്തു, എനിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവർ വരുമ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യുന്ന എണ്ണയും അതൊക്കെ മേത്ത് തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ 20 മിനിറ്റ്സോളം ആ എണ്ണയിൽ ഇരിക്കും. എന്നിട്ടാണ് അവർ ബാക്കി കുളിപ്പിക്കുന്നത്. അപ്പോൾ ആ എണ്ണ നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ആ തേച്ച എണ്ണയിൽ തന്നെ വേർത്ത് തുടങ്ങും. അപ്പോൾ അതാണ് നമ്മളുടെ ആ ഇൻഫ്ലമേഷനൊക്കെ പോകാനുള്ളൊരു കാരണം. നമ്മുടെ ബോഡി ഫുൾ സ്വെല്ലിംഗ് ആയിരിക്കും ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് പ്രോപ്പർ മസാജ്. നമുക്ക് ഏറ്റവും കൂടുതൽ മേ ബി ചിലർക്ക് ബാക്ക് പെയിൻ ആണ് ഏറ്റവും കൂടുതൽ സിവിയർ തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ സിവിയർ ആയത് എൻ്റെ ഹിപ്പ് ഏരിയയിലാണ്. ബിക്കോസ് എനിക്ക് ഡെലിവറി ടൈമിലും എനിക്ക് ഹിപ്പ് ഏരിയയിലാണ് കോൺട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് എത്രത്തോളം മസാജ് ചെയ്തിട്ട് മാറുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ അതാണ് പ്രോപ്പർ പോയിൻറ്റ്സ് അവർ നോക്കിയിട്ട് നമുക്ക് മസാജ് ചെയ്ത് തരണം. അപ്പോൾ അവർ ഇതിന് വേണ്ടി മാത്രമുള്ള ഒരാളാട്ടോ ഇങ്ങനെ മസാജിങ് ചെയ്യാനും പോസ്റ്റ് നേറ്റൽ കെയർ നോക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രോപ്പറായിട്ട് അറിയുന്ന ഏത് പോയിന്റിൽ മസാജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ നന്നായി മസാജ് ചെയ്ത് നമ്മൾ 20 മിനിറ്റ്സ് അവിടെ എത്തും. ഇത് കൂടാതെ ഞാൻ ഇതിൽ ക്ലിപ്പിൽ ആഡ് ചെയ്യാത്തതാണ്, നമ്മൾ പച്ചമഞ്ഞളും തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എണ്ണ തേച്ച് കുളിക്കുന്നത് പയറുപൊടി ഇട്ടിട്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഇഞ്ച തേച്ച് നിങ്ങൾക്ക് കുളിക്കാം, അല്ലെങ്കിൽ പയറുപൊടി തേച്ച് കുളിക്കാം. അപ്പോൾ എനിക്ക് ഇഞ്ച കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ച വേണ്ടാന്ന് വെച്ചിട്ടും പയറുപൊടി മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ കുളിച്ചതിന്. അപ്പോൾ പച്ചമഞ്ഞൾ തേക്കുന്നതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടോ ഈ ഒരു ഡെലിവറി ടൈമിൽ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബ്ലാക്ക് മാർക്സും കയ്യിലും അല്ലെങ്കിൽ ഈ നെക്കിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് മാർക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ പച്ചമഞ്ഞൾ തേച്ചിട്ട് കുളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓയിൽ മസാജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് വേദവെള്ളം എന്ന് പറയുക. ആ വേദവെള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വേദവെള്ളം തന്നെ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ഓൺ ചെയ്തിട്ട് തിളപ്പിക്കുന്ന വെള്ളമാണത്. അപ്പോൾ അത് നമ്മൾ മേത്ത് ഒഴിക്കുമ്പോൾ നമ്മളുടെ നീരും നമ്മുടെ പെയിൻ, ബോഡി പെയിൻ എല്ലാം ഒരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച വെള്ളം തന്നെയാണ് നമ്മൾ മേത്ത് ഒഴിക്കുന്നത്. ഒരു ചെറുതായിട്ട് കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്യും എന്നല്ലാതെ നമുക്ക് അത്രയും ചൂടോടെ തന്നെ മേത്ത് ഒഴിച്ചാൽ നമ്മുടെ മേത്തിലുള്ള നീരും പെയിനൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇതാണ് കുളിപ്പിക്കുന്ന കാര്യം. പിന്നെ ഉള്ളതാണ് ഞാൻ കഴിക്കുന്ന ഐറ്റംസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഉള്ളിച്ചോറാണ് ഞാൻ കഴിച്ചത് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വയറ്റിൽ നമുക്ക് ഫിസിക്കലി ഹീലാവാൻ നമുക്ക് പല മരുന്നുകളും അതും ഇതൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണലി ഹീലാവാൻ നമുക്ക് വേണമെങ്കിൽ ആയുർവേദിക് മെഡിസിൻസ് എടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റേർണലി ഹീലാവാനുള്ളതാണ് ഈ ഉള്ളിച്ചോറ് അല്ലെങ്കിൽ
അങ്ങനത്തെ ഓരോരോ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളിച്ചോറിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മുറിവുകളും ഒന്ന് ഉണങ്ങാൻ വേണ്ടിയാണ്, നമ്മളിത് സ്ട്രെങ്തൻ കിട്ടാൻ, പാലുണ്ടാവാൻ, എല്ലാത്തിനും കൂടിയാണ് എല്ലാവരും ഉള്ളിച്ചോറ് പ്രസവത്തിന് ശേഷം കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ നമ്മളുടെ വയറിലുള്ള എല്ലാം മുറിവുകൾ ഉണങ്ങാനുള്ളതാണ് ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഉള്ളിച്ചോറിൻ്റെ. പിന്നെ അത് കൂടാതെ ഒരു പ്ലസ് ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ കൊടംപുള്ളിയും പെപ്പറും യൂസ് ചെയ്ത ഫുഡ് ഐറ്റംസ് അധികം കഴിക്കുക. മുളക് പൊടി, വാടംപുള്ളി അതൊക്കെ മാറ്റി വയ്ക്കുക. യൂസ് ചെയ്യണ്ട എന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് കൊടംപുള്ളിയും പെപ്പറും ആണ് നമുക്ക് ബോഡിക്ക് ഈ ഒരു ടൈമിൽ ആവശ്യമുള്ളത്, നമ്മുടെ എല്ലാ മുറിവും ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ ചെയ്തതാണ് ബൈൻഡിങ്ങിനെ പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബൈൻഡിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മസിൽസ് ഒന്ന് നമ്മളുടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിൽ ഇത് ഐഡിയ ഉണ്ടാവും, നിങ്ങളുടെ വയറൊക്കെ ഒരുമാതിരി എന്താ പറയുക ഭയങ്കര ലൂസായിട്ട് തോന്നും, അവിടെ ഒട്ടും മസിൽസ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വയർ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ ചെയ്യാം ഭയങ്കര ലൂസായിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മസിൽ സ്ട്രെങ്ത് ചെയ്യാനും പിന്നെ ബാക്കിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബൈൻഡർ കെട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് നിങ്ങൾ ഈ പ്രസവരക്ഷ തുടങ്ങുമ്പോൾ തന്നെ ബൈൻഡർ ചെയ്യണതാണ് നല്ലത്. അത് കഴിഞ്ഞ് കുറേ ഡിലേ ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം എൻ്റെ കേസിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ ആദ്യമൊക്കെ ഒന്ന് കെട്ടുമായിരുന്നു, അത് കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് കെട്ടാതെയായി. അപ്പോൾ അത് പിന്നെ എക്സസൈസ് ചെയ്തിട്ടേ നമുക്ക് ആ ഒരു വയറിൽ ആ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രസവരക്ഷ. അപ്പോൾ പ്രസവരക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കുറേ പാക്കേജസ് ഉണ്ട്. ഇപ്പോൾ ഞാനും നോക്കിയതാണ് പാക്കേജസ്. 30,000 ഉണ്ടായിരുന്നു, 7 ഡേയ്സിന് 30,000 ഉണ്ടായിരുന്നു, 50,000 ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. അപ്പം ഞാൻ വളരെ ചെറിയ വിലയിൽ ഞാൻ ചെയ്തതാണ് ഈ പ്രസവരക്ഷയുടെ കാര്യങ്ങൾ. വീട്ടിൽ തന്നെ എൻ്റെ എല്ലാ മസാജിങ്ങും എനിക്കൊരു കൈൻഡ് ഓഫ് ഹീലിംഗ് ആയിരുന്നു. ആ കുളിച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു ഹീലിംഗ് ഭയങ്കര സുഖമുള്ള ഹീലിംഗ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്രസവരക്ഷ. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി ക്ലിപ്സും കൂടി കണ്ടിട്ട് പറയൂ, അതിൽ ഞാൻ എന്തൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടായിരിക്കുന്നത് എന്നും കൂടി. ഓക്കെ. അപ്പോൾ കാലത്തായപ്പോഴത്തേക്കും നമ്മളെ കുളിപ്പിക്കാനുള്ള ചേച്ചി വന്നു. ഇതാണ് കേട്ടോ ചേച്ചി. അപ്പോൾ അമ്മയും ചേച്ചിയും എല്ലാം റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി വന്ന് എണ്ണയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ധനവന്തരം കുഴമ്പും പിണ്ടത്തൈലം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് മേത്ത് തേക്കുന്നത്. അപ്പോൾ അവരതിൻ്റെതായ രീതിയിൽ മസാജിങ്ങും നമുക്ക് വേദനയുള്ള സ്ഥലത്തൊക്കെ നന്നായി മസാജ് ചെയ്ത് തരും. അപ്പോൾ ഈ എണ്ണ ഇത്തിരി ചൂടാക്കിയിട്ടാട്ടോ എടുക്കുന്നത്, ഇളം ചൂടിൽ. പിന്നെ അതുകൂടാതെ ഇതാണ് കിഴി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കിഴി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നാൽപ്പാമരം ചതച്ചതും ചിരട്ട കഷ്ണവും പിന്നെ പുളിയില, മാവിൻ്റെ ഇല, ഇതൊക്കെ എല്ലാം കൂടി നമ്മളിട്ട് ഒരു തുണിയിൽ, നല്ലൊരു തുണിയിലോ തോർത്തിലോ കെട്ടിയിട്ട് നമ്മൾ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ തിളപ്പിക്കാനിടും. എന്നിട്ട് അടുത്ത ദിവസം കാലത്താകുമ്പോൾ നമ്മൾ ആ വെള്ളം ജസ്റ്റ് ചൂടാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ നന്നായി തിളപ്പിക്കണം. അതപ്പം തന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ രാത്രി തന്നെ വെള്ളത്തിലേക്ക് ഇത് ഇറക്കിയിടുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഈ വെള്ളത്തിലേക്ക് ഇത് മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് യൂസ് ചെയ്ത തോർത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പുതിയ തോർത്ത് എടുത്തതാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ മൊത്തമായിട്ട് മാറി. അപ്പോൾ കുളിക്കാം. ഞാൻ റെഡിയായി കാലത്ത് കുളിക്കാം. പക്ഷേ വാവ റെഡി ആയിട്ടില്ല. വാവ ഇപ്പോഴും ഉറക്കുകയാണ്. അപ്പോൾ വാവേനെ ഒന്ന് കിടത്തിയിട്ട് വേണം ഞാൻ കുളിക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ മസാജിങ്ങും നല്ല കുളിയും എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു. ഇനി പയ്യെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊരു 1.5 hour പ്രോസസ്സാണ് കേട്ടോ ഈ കുളിയൊക്കെ. ഇത് കഴിയുമ്പോൾ തന്നെ കിട്ടുന്നൊരു സുഖം ഭയങ്കരമാണ്. ഈ വെള്ളമൊക്കെ തിളച്ച വെള്ളം അങ്ങനെ തന്നെയാണ് കേട്ടോ അവർ മേത്തൊഴിക്കുന്നത്. മിക്സൊന്നും ചെയ്യാതെ തന്നെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഒഴിക്കുന്നത്. പക്ഷെ അതിൻ്റേതായ സുഖം വേറെയാണ്. അപ്പോൾ ഞാൻ പിന്നെ രാസ്നാദി പൊടിയൊക്കെ ഇട്ട് കുളിയൊക്കെ സെറ്റായി. ഇനിയാണ് ബൈൻഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പഴയ ഇതിൽ ഉപയോഗിക്കുന്നത് സാരിയോ തുണിയോ ഒക്കെ വെച്ച് കെട്ടലാണ്. അപ്പോൾ ആദ്യം ഈ ചേച്ചിയും അങ്ങനെ തന്നെയാണ് എനിക്ക് കെട്ടി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അതൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാനൊരു ബൈൻഡർ മേടിച്ചു. അപ്പോൾ ബൈൻഡർ എങ്ങനെയാണ് കെട്ടണേന്നാണ് കാണിക്കുന്നത്. ആദ്യത്തെ മെയിൻ ബെൽറ്റ് നമ്മുടെ പൊക്കിളിൻ്റെ മീതിയായിട്ട് നമ്മൾ കെട്ടി. പിന്നെ രണ്ടാമത്തത് നമ്മൾ പെൽവിക്കിൻ്റെ താഴോട്ടേക്കായിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ മൂന്നാമത്തതുള്ളത് നമ്മൾ നടുക്കായിട്ടും കെട്ടും. അപ്പോൾ ഇതോടെ ബാക്കിലുള്ള പെയിനും നമ്മളുടെ വയറിൻ്റെ ആ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ വരാനൊക്കെ ആട്ടോ
കേട്ടോ, അല്ലാതെ ഇത് വയറ് കുറയ്ക്കാനുള്ളതല്ല. ഇത് ആ ലൂസായ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കാനും ബാക്ക് പെയിനൊക്കെ ഒന്ന് കുറയ്ക്കാനാണ്. അപ്പോൾ ഇനി അടുത്തത് ഉള്ളിച്ചോറാണ്. അതിന് വേണ്ടി നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും നെയ്യിലിട്ടിട്ട് പെരിഞ്ചീരകവും ജീരകവും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ ചോറിൽ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഉള്ളിച്ചോറ്. ഞാനിപ്പോൾ നേരത്തെ റെസിപ്പി കാണിച്ച പോലെ. അപ്പോൾ ഇത് കഴിക്കണം ഫുൾ. ഇത് ആദ്യത്തെ 2 ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം മതിയായി തുടങ്ങി. പക്ഷേ വേറെ വഴിയില്ല. അതിൻ്റെതായ ഗുണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും കഴിച്ചേ പറ്റും. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലിപ്സ് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റി ഞാൻ എന്തൊക്കെ ഐറ്റംസ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രസവരക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് തന്നെ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും പൂജക്കടകളുണ്ടെങ്കിലും അല്ലെങ്കിൽ മരുന്ന് കടകൾ, ഈ ആയുർവേദിക് മരുന്ന് കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടും. ഇത് നിങ്ങൾക്ക് പ്രസവരക്ഷ കഴിഞ്ഞിട്ട് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിലും നിങ്ങൾക്ക് ബോഡിക്ക് ഒരു ഹീലിംഗ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഐറ്റംസ് നല്ലതാണ്. സ്പെഷ്യലി വേദവെള്ളം നല്ലൊരു സുഖമുള്ളൊരു വെള്ളമാണ് കുളിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചെങ്കിലും ഹെൽപ്ഫുള്ളായി. ഇപ്പോൾ ഇത്രയും ചെറിയൊരു പ്രസവരക്ഷ എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ ഞാൻ. അപ്പോൾ ഇതെന്തായാലും ഞാൻ എന്താണോ ചെയ്തത് അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഇനിയും കമൻറ്റ് ചെയ്യുക. എന്നെ ഓരോരുത്തർ എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഞാൻ വേറെ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷനിലാണ് വന്നേക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ആൻഡ് നിങ്ങളുടെ കമൻസും ഇടാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കണ്ടുവരിക്കും. ബൈ.